അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചേലക്കരയിൽ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. ബില്വാദ്രിനാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ടായിരുന്നു പ്രചരണം. ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ആവേശകരമായ തുടക്കം. തിരുവല്ലോമല ശ്രീ ബില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് അദ്ദേഹം പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് തിരുവല്ലോമല ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ടു. ഓട്ടോറിക്ഷ തൊഴിലാളികളോടും വഴിയാത്രക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് സെക്രട്ടറി നിത്യസാഗർ, വൈസ് പ്രസിഡന്റ് PK മണി, മണ്ഡലം ജനറൽ സെക്രട്ടറി ഉമേഷ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കൂടാതെ തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ജയപ്രകാശ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവരും പര്യടനത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ NDAക്ക് വോട്ട് ചെയ്യണമെന്ന് പര്യടനത്തിനിടെ കെ ബാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. ഇന്ന് രാവിലെ തിരുവല്ലോമല ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ചേലക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു. അതിൻ്റെ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചേലക്കര നിയോജകമണ്ഡലം ഒരു മാറ്റം അറിയിച്ചിരിക്കുകയാണ്. ഇത്തവണ NDAക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടുത്തെ ഒരേ മുന്നണിയുടെ MLA ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പം പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒട്ടനവധി ആവശ്യകത ഉള്ള ഒരു ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഒരു മാറ്റം അനിവാര്യമാണ് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. CCV ന്യൂസ് ചേലക്കര.